നമ്മൾ നോക്കുന്നത് ഇതൊരു ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് എന്തിനാ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രോകോക്കേനെയും പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കേനെയും ബാക്കിയുള്ള നോൺ ഗ്രൂപ്പ് ഡി വിരിഡ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കയെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ബയോലെസ്കുലിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ എൻട്രോകോക്കയും ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കയും എന്തായിരിക്കും, ബയോലെസ്കുലിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ഓർഗാനിസവും എസ്കുലിനെ ഹൈഡ്രോളൈസിസ് ചെയ്യും. പക്ഷേ ചില ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് ഹൈഡ്രോളൈസിസ് വിത്ത് ദ പ്രസൻസ് ഓഫ് നമ്മുടെ ബൈൽ സാൾട്ട് നടക്കത്തുള്ളൂ. അതൊന്നെങ്കിൽ 4% ബൈൽ അല്ലെങ്കിൽ 40% ബൈലിനകത്തൊക്കെ ഈ ഒരു ഹൈഡ്രോളൈസിസ് നടക്കുന്ന എസ്കുലിന്റെ ഹൈഡ്രോളൈസിസ് നടക്കുന്നത് ഓൺലി ലിമിറ്റഡ് ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് ഈ എൻട്രോകോക്കയും ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കയും ഒക്കെ. അതിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈൽ എസ്കുലിൻ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈലെസ്കുലിൻ അഗാർ ഉണ്ടാവും. ഇറ്റ് ഇസ് എ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ അഗാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഈ ബൈലെസ്കുലിൻ അഗാറിന്റെ പേര് പോലെ തന്നെ എന്തുണ്ടാവും, ബൈലും ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എസ്കുലിനും ഉണ്ടാവും. ഓക്കെ, ഈ മീഡിയത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബൈൽ സാൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബൈൽ സാൾട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈൽ സാൾട്ട് the growth of gram positive bacteria is selectively inhibited. Okay, and allows the growth of enterococci and group D streptococci. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ എസ്കുലിൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, ദിസ് എസ്കുലിൻ ഈസ് എ ഫ്ലോറസെന്റ് കോമ്പൗണ്ട്. അപ്പം നമ്മുടെ ഈ ഹൈഡ്രോളൈസിസ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഫ്ലോറസെൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇത് ഇപ്പം ബയോലെസ്കുലിൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, UV ലൈറ്റിന്റെ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഫ്ലോറസെൻസും കൂടി കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോലെസ്കുലിൻ ടെസ്റ്റിന് കുറെ മോഡിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം അതിന്റെ ഫലമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള ബയോലെസ്കുലിൻ ഡിസ്ക് മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി പാറ്റ് നോക്കുന്ന അതേപോലത്തെ ഡിസ്ക് തന്നെ. ആ ഡിസ്ക് ഇപ്പം കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ആ ഡിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കയും പിന്നെ അതുപോലെ തന്നെ നോൺ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കയുടെ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓർഗാനിസത്തിൽ എന്തും കൂടി ഉണ്ടാവുമോ, എസ്കുലിനേസ് എന്ന് പറഞ്ഞ എൻസൈമും ഉണ്ടാവും. ഓക്കെ, ദിസ് എസ്കുലിനേസ് എന്ന് പറഞ്ഞ എൻസൈം മീഡിയത്തിലുള്ള എസ്കുലിന വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൽ സാൾട്ടിന്റെ എസ്കുലിനുള്ള സമയത്ത് ഈ എസ്കുലിൻ അങ്ങ് ഹൈഡ്രോളൈസിസ് ചെയ്യും. എസ്കുലിന ഹൈഡ്രോളൈസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും പിന്നെ അതുപോലെ തന്നെ എസ്കുലിറ്റിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോർമേഷൻ നടക്കും. ഓക്കെ, എസ്കുലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും എസ്കുലേറ്റിനും ഉണ്ടാക്കും വിത്ത് ദ പ്രസൻസ് ഓഫ് ബൈൽ സാൾട്ട്. ഓക്കെ, ദെൻ ദിസ് എസ്കുലിറ്റിൻ ഈസ് റിയാക്ട് വിത്ത് ഫെറിക് ക്ലോറൈഡ്. നമ്മുടെ ഫെറിക് അയോൺസ് ഉണ്ടാവും. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറിക് അമോണിയം സിട്രേറ്റും ഫെറിക് സിട്രേറ്റിന്റെ അകത്തുനിന്നൊക്കെ വരുന്ന ഫെറിക് അയോൺസ് ഉണ്ടാവും. ഈ ഫെറിക് അയോൺസും ഈ എസ്കുലിറ്റിനും റിയാക്ട് ചെയ്തിട്ട് ഒരു ഫീനോളിക് അയോൺ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. ദാറ്റ് ഈസ് ഫീനോളിക് അയൺ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. ഈ ഫീനോളിക് അയൺ കോംപ്ലക്സിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കാം. ആ ഇത് കളർ ആയിരിക്കും നമ്മൾ മീഡിയത്തിൽ അപ്പിയർ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ എക്സാക്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്കുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഫ്ലോറസെന്റ് കോമ്പൗണ്ട് ആണ്. അത് നമ്മൾ ഹൈഡ്രോളൈസിസ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഫ്ലോറസെൻസ് കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബൈൽ സാൾട്ട് ആണ്. ബൈൽ എന്ത് ചെയ്യും, ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ മീഡിയം കുറച്ചുകൂടി എന്തായിരിക്കും, മോർ സെലക്റ്റീവ് നേച്ചർ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40% ബൈലായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4% ഓക്സ്ഗാൽ. ഓക്സ്ഗാൽ എന്താ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ബൈൽ സാൾട്ടിന്റെ കളക്റ്റീവ് പറയുന്ന പേരാണ് ഓക്സ്ഗാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ബൈലെസ്കുലിൻ മീഡിയത്തിനെ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ സ്ട്രെപ്റ്റോകോക്കയുടെ ഗ്രോത്തിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അതർ ദാൻ സ്ട്രെപ്റ്റോകോക്കസ് ബോവിസിന്റെ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രോകോക്കയുടെയും പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റീരിയയുടെ ഗ്രോത്ത് ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവിടെ ഗ്രോത്തിന് ഇൻഹിബിഷൻ നടക്കുന്നില്ല. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈലെസ്കുലിൻ അഗാർ സ്ലാൻഡ് വിത്ത് ഫെറിക് സിട്രേറ്റ്. അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മീഡിയ. അതില്ലെങ്കിൽ നമുക്ക് ബൈലെസ്കുലിൻ അസൈഡ് അഗാർ ഓർ ബ്രോത്ത് വിത്ത് ഫെറിക് സിട്രേറ്റ് ആൻഡ് അസൈഡ് യൂസ് ചെയ്യും. ഇതിനകത്ത് അസൈഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് സോഡിയം അസൈഡ് ആയിരിക്കും. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ എസ്കുലിൻ അഗാർ ദാറ്റ് ഈസ് 0.1% എസ്കുലിൻ ഇൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബേസ്ഡ് മീഡിയത്തിൽ വിത്തൗട്ട് ബൈൽ ഓർ അസൈഡ് ബട്ട് വിത്ത് ഫെറിക് സിട്രേറ്റ്. ഈ ഫെറിക് സിട്രേറ്റ് Fe3+ അയൺ കോമ്പൗണ്ട് വേണ്ടിയിട്ടാണ് അത് ഫെറിക് സിട്രേറ്റ് ആഡ് ചെയ്യുന്നത്. ഈ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള 3 മീഡിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കോമൺലി യൂസ് ചെയ്യുന്നത് ബൈലെസ്കുലിൻ അഗാർ സ്ലാൻഡ് വിത്ത് ഫെറിക് സിട്രേറ്റ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്റ്റിക് ഡൈജസ്റ്റ് ഓഫ് ആനിമൽ ടിഷ്യൂ കൊടുക്കും. ദെൻ ബീഫ് എക്സ്ട്രാക്ട്, എസ്കുലിൻ ഉണ്ടാവും, ബൈൽ സാൾട്ട്, ഫെറിക് സിട്രേറ്റ് ഉണ്ടാവും, അഗാർ ഉണ്ടാവും.
ഇതിന്റെ ഫൈനൽ പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.6 to 6.8 വരെയാണ് ഇതിന്റെ ഫൈനൽ പി എച്ച്. നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് 25 to 80 ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 2 degree to 8 degree സെൽഷ്യസിലാണ് നമ്മുടെ റെഫ്രിജറേറ്ററിലാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ദെൻ നമ്മൾ ഈ എസ്ക്യുലിൻ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ ട്യൂബ് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഡിസ്ക് ടെസ്റ്റ് ആണ്. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ട്യൂബ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഈ ബയൽ എസ്ക്യുലിൻ മീഡിയ പ്രിപ്പയർ ചെയ്തേക്കുക. ദെൻ ആ മീഡിയത്തിലോട്ട് നമ്മൾ 24 hour ഓൾഡ് കൾച്ചറുള്ള, അതായത് മീൻസ് ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ്ങർ കൾച്ചറിന് നമ്മൾ ഒന്നോ രണ്ടോ ഐസൊലേറ്റഡ് കോളനിനെ നമ്മൾ വയർ ലൂപ്പ് വെച്ച് പിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബയൽ എസ്ക്യുലിൻ സ്ട്രാൻഡിന്റെ മുകളിലോട്ട് നമ്മൾ സ്ട്രോക്കിംഗ് ചെയ്യാം. ദാറ്റ് ഈസ് എച്ച് ഷേപ്പ്. നമ്മൾ സ്ട്രോക്കിംഗ് പഠിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഇനോക്കുലേഷൻ ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 37 degree സെൽഷ്യസ് 24 hour നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് എടുത്തു വെക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ ഇൻക്യുബേറ്റർ നമ്മൾ കോട്ടൺ ബഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നല്ല ടൈറ്റ് ആയി നിൽക്കാൻ പാടില്ല, കാരണം നല്ല ചെറിയൊരു എയറേഷൻ കൊടുക്കേണ്ടിയിട്ട്. ദെൻ ആഫ്റ്റർ 24 hours നമ്മൾ എന്ത് നോക്കുക, ഇതിന്റെ കളർ ചേഞ്ച് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ എസ്ക്യുലിൻ ഗ്രോത്ത് വിത്തൗട്ട് ഫെറിക് സിട്രേറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡെയിലി എന്ത് നോക്കുക, ഇതിന്റെ കളർ നോക്കുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോറസൻസ് നേച്ചർ ഉണ്ട്, അത് നമ്മൾ UV ലൈറ്റിൽ നോക്കണം. ഇപ്പൊ അതേ സമയത്ത് നമ്മൾ UV ലൈറ്റിൽ നോക്കിയിട്ടും 2-3 ദിവസം നോക്കിയിട്ട് ഫ്ലോറസൻസ് ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് നോക്കുക, എന്ത് ആഡ് ചെയ്യുക, 2-3 ഡ്രോപ്സ് 1% ഫെറിക് അമോണിയം സിട്രേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കളർ ചേഞ്ച് നോക്കാം. ഓക്കെ. ദെൻ ഡിസ്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഡിസ്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും. ഈ ഡിസ്കിന്റെ അകത്ത് എന്തുണ്ടാവും, നമ്മുടെ ബയൽ എസ്ക്യുലിൻ ഇംപ്രിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ആയിരിക്കും. ദെൻ ആ ഡിസ്കിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് മോയ്സ്ചർ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2-3 കോളനീനെ നമ്മൾ എന്ത് വെച്ചിട്ടെടുക്കുക, സ്റ്റെറൈൽ ചെയ്ത ലൂപ്പ് വെച്ചെടുത്തിട്ട് ആ ഒരു ഇവിടെ വെക്കുക. നമ്മളെ ഈ ഒരു ഡിസ്കിന്റെ മുകളിൽ വെച്ചിട്ട് ഇനോക്കുലേറ്റ് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 minutes നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ആഫ്റ്റർ 10 minutes നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുണ്ടാവും, പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഫോർമേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ബയൽ എസ്ക്യുലിൻ ടെസ്റ്റിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇത് പോസിറ്റീവ് കൺട്രോൾ ആയിരിക്കും, വിത്തിൻ ബ്ലാക്ക് കളർ ഫോർമേഷൻ നടക്കും. നെഗറ്റീവ് ആയിരിക്കും കൺട്രോൾ. ഓക്കെ, ഈ രീതിയിലുള്ള നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും കാണിക്കാം. ഓക്കെ. ഒരു പോസിറ്റീവ് ട്യൂബ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മീഡിയത്തിന്റെ അകത്ത് ഫെറിക് അമോണിയം സിട്രേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും നോക്കണ്ട, ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയ ആയിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് നെഗറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. അതേ സമയത്ത് നമ്മൾ UV ലൈറ്റ് അല്ലെങ്കിൽ 366 നാനോമീറ്റർ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലോറസൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നമ്മുടെ എസ്ക്യുലിൻ ഗ്രോത്ത് വിത്തൗട്ട് ഫെറിക് സിട്രേറ്റിനകത്ത് ഒരു പോസിറ്റീവ് റിയാക്ഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയ ആയിരിക്കും. അത് എപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അയൺ റിയാജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മീഡിയത്തിന്റെ കളർ പെട്ടെന്ന് ബ്ലാക്കനിങ്ങിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറസൻസിന്റെ അകത്ത് UV റേസിന്റെ അണ്ടറിൽ നോക്കുന്ന സമയത്ത് ഫ്ലോറസൻസും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബയൽ എസ്ക്യുലിൻ മീഡിയത്തിന്റെ നമ്മൾ പറഞ്ഞു ബയൽ എസ്ക്യുലിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചില ഓർഗാനിസത്തിന് ഈ ബയലിൻ്റെ അകത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ഉണ്ടെങ്കിലും നമുക്കൊരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഒരു പോസിറ്റീവ് ഡിസ്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ഡിസ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് എനി കളർ ചേഞ്ചസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മൾ ഇതിന്റെ എൻട്രോകോക്കസ് ഫീക്കാലിസ് ഒക്കെ ആവുന്ന സമയത്ത് ഗുഡ് ഗ്രോത്ത് ആയിരിക്കും. ബയൽ എസ്ക്യുലിൻ ടെസ്റ്റിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് റിയാക്ഷൻ ആയിരിക്കും, ബ്ലാക്കനിങ് ഓഫ് മീഡിയ കാണാൻ പറ്റും. അതേസമയത്ത് ഈക്വളി ആണെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും. ദെൻ എൻട്രോകോക്കസ് ഫീക്കാലിസിന്റെ അകത്തും ലക്ഷറന്റ് ഗ്രോത്ത് ഉണ്ടാവും, പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയം അറൌണ്ട് ദ ഗ്രോത്ത് ആയിരിക്കും. ദെൻ യെർസീനിയ എൻട്രോകൊളൈറ്റിക്കും ഗുഡ് ഓർ ലക്ഷറന്റ് ഗ്രോത്ത് ആയിരിക്കും, ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയ ആയിരിക്കും കാണിക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദ ഐസൊലേഷൻ ഓഫ് എൻട്രോകോക്കെ ആൻഡ് ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കെ ആണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു ഡിഫറൻഷിയേറ്റ് എൻട്രോകോക്കെ ആൻഡ് ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കെ ഫ്രം വിരിഡാൻ സ്ട്രെപ്റ്റോകോക്കെ ആൻഡ് അതർ ഗ്രാം പോസിറ്റീവ് മൈക്രോ ഓർഗാനിസംസ്. ഇതാണ് ഇതിന്റെ മെയിൻ യൂസസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ലാർജ് ഇനോക്കുലം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ലാർജ് ഇനോക്കുലം യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ഒന്നുകിൽ ലാർജ് ഇനോക്കുലം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 40%-നെക്കാട്ടും കുറവായിട്ടുള്ള ബയൽ കോൺസെൻട്രേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ വിരിഡാൻ സ്ട്രെപ്റ്റോകോക്കെ എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2-3
ഐസൊലേറ്റഡ് കോളനി മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് കോളനീസ് എടുക്കുക. ഇനി അതേ സമയത്ത് തന്നെ ബൈലിന്റെ കോൺസെൻട്രേഷൻ 40%ലും കുറയുന്ന സമയത്ത് വിരിഡ ആൻഡ് സ്ട്രെപ്റ്റോകോക്കയുടെ ഗ്രോത്ത് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് H2S പ്രൊഡക്ഷൻ ഉണ്ട്, ബ്ലാക്കനിങ് ഓഫ് മീഡിയ ഉണ്ടാവുന്നതല്ലേ. വേറെയും കുറേ ടെസ്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ വേറെയും കുറേ ഓർഗാനിസംസ് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ H2Sന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു H2S പ്രൊഡക്ഷൻ വേറെയും ഓർഗാനിസം തരുന്ന സമയത്ത് ഇതുമായിട്ട് ഒരു ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ ഫാൾസ് ഇന്റർപ്രിട്ടേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈക്കോളൈന്റെ കേസിൽ നമ്മുടെ ബീറ്റ ഗ്ലൂക്കോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും എന്ത് കാണിക്കുന്നുണ്ട്, ഈക്കോളെ ബൈൽ എസ്കുലിൻ ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. നമ്മൾ ഒരു ബ്ലഡ് കാർ പ്ലേറ്റിനകത്ത് നമ്മൾ നോ ഹീമോലൈസിസ് ഓൺ ബ്ലഡ് കാർ നമ്മൾ ബൈൽ എസ്കുലിൻ ടെസ്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, നോൺ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ ആയിരിക്കും. ആ ബൈൽ എസ്കുലിൻ 6.5% സോഡിയം ക്ലോറൈഡിന്റെ അകത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രോകോക്കസ് സ്പീഷീസും, നെഗറ്റീവ് ആണെങ്കിൽ ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കെ എന്നാണ് പറയുന്നത്. നമ്മൾ സ്ട്രെപ്റ്റോകോക്കയുടെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഗ്രാം പോസിറ്റീവ് കോക്കെ അറേഞ്ച്ഡ് ചെയിൻസ് ആയിരിക്കും. നമ്മൾ കാറ്റലൈസ് ചെയ്യുന്ന സമയത്ത് കാറ്റലൈസ് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഹീമോലൈസിസ് ആൽഫ ബീറ്റ ഗാമ ഹീമോലൈസിസ് ഉണ്ടാവും. ആൽഫ എന്ന് വെച്ചാൽ പാർഷ്യൽ ഹീമോലൈസിസ് ആയിരിക്കും. ഇപ്പോൾ ആൽഫ ഹീമോലൈറ്റിക് കോളനിനെ നമ്മൾ ഒപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് മീൻസ് സെൻസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രെപ്പ് ന്യൂമോണിയ ആയിരിക്കും. ദെൻ നെഗറ്റീവ് ആണെങ്കിൽ വിരിഡ സ്ട്രെപ്റ്റോകോക്കെ ദാറ്റ് മേ ബി സ്ട്രെപ്പ് മ്യൂട്ടൻസ് ആൻഡ് സ്ട്രെപ്പ് മൈറ്റിസ് ആയിരിക്കും. ദെൻ ഹീമോലൈസിസിനകത്ത് ബീറ്റ ഹീമോലൈറ്റിക് ബീറ്റ ഹീമോലൈസിസ് ആണെങ്കിൽ നമ്മൾ ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാസിട്രാസിൻ സെൻസിറ്റീവ് ആണെങ്കിൽ സ്ട്രെപ്പ് പയോജീൻസും, ദെൻ ബാസിട്രാസിൻ റെസിസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രെപ്പ് അഗാലേഷ്യ ആയിരിക്കും. ദെൻ ഗാമ ഹീമോലൈസിസിന്റെ അകത്ത് നമ്മൾ ഗ്രോത്തിന് 6.5% സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നോക്കുക. അതിൻ്റെ അകത്ത് ആബ്സെൻസ് ഓഫ് ഗ്രോത്ത് ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ബോബിസും, ദെൻ പ്രസൻസ് ഓഫ് ഗ്രോത്ത് ആണെങ്കിൽ എൻട്രോകോക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ഫേസിയാലിയം, സ്ട്രെപ്റ്റോകോക്കസ് ഫെസിക്കാലിസ്, ഇത്രയും ഓർഗാൻസ് ആയിരിക്കും വരുന്നുണ്ട്. ഇതാണ് സ്ട്രെപ്റ്റോകോക്കയുടെ നമ്മുടെ റാപ്പിഡ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്നുള്ള രീതി പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഇതോടുകൂടി നമ്മുടെ സ്ട്രെപ്റ്റോകോക്കെ അവിടെ ഫിനിഷ് ആവുന്നതാണ്. ഓക്കെ.